നമസ്കാരം. തൻ്റെ സഹോദരനായിരുന്ന ഭുവനേശ്വരനെ പന്തളം NSS കോളേജിൽ വെച്ച് KSU കാപാലികർ അരുംകൊല ചെയ്യുകയായിരുന്നു എന്നാണ് ഈ കഴിഞ്ഞ ഡിസംബർ വരെ മുതിർന്ന CPM നേതാവ് G സുധാകരൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് G സുധാകരൻ്റെ സഹോദരനായ ഭുവനേശ്വരൻ്റെ രക്തസാക്ഷി പരിവേഷം നഷ്ടമായിരിക്കുന്നു. ഇന്ന് താൻ പാർട്ടി വിടുന്നതും അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് G സുധാകരൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഭുവനേശ്വരനെ കൊന്നത് KSUക്കാരല്ല, ഒരുപറ്റം ഗുണ്ടകളാണെന്ന് G സുധാകരൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 7-ന് ഭുവനേശ്വരൻ്റെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് G സുധാകരൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പോലും KSU പ്രവർത്തകർ പന്തളം NSS കോളേജിൽ വെച്ച് കാലിൽ വാരി നിലത്തടിച്ചാണ് തൻ്റെ സഹോദരനെ കൊന്നത് എന്നാണ് സുധാകരൻ പറഞ്ഞിരുന്നത്. ഇത്ര പെട്ടെന്ന് ഒരു രാഷ്ട്രീയ കൊലപാതകത്തിലെ രക്തസാക്ഷിയെ ഗുണ്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളാക്കി അവതരിപ്പിച്ച മുതിർന്ന നേതാവ് G സുധാകരൻ്റെ നടപടിയിൽ CPM നേതൃത്വം പോലും ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. 1977 ഡിസംബർ 7-നാണ് പന്തളം കോളേജിൽ നടന്ന സംഘർഷത്തിൽ G സുധാകരൻ്റെ ഏറ്റവും ഇളയ അനിയനായ G ഭുവനേശ്വരൻ കൊല്ലപ്പെടുന്നത്. അന്ന് KSU DICU പ്രവർത്തകർ ചേർന്നാണ് G ഭുവനേശ്വരനെ അതിക്രൂരമായി കൊന്നത് എന്നാണ് നേരത്തെ CPM പ്രചരിപ്പിച്ചിരുന്നത്. ആ പ്രചാരണത്തിനാണ് ഇന്നത്തേതോടെ തിരശീല വീണിരിക്കുന്നത്. മഞ്ഞപ്പിത്തം ബാധിച്ച് വീട്ടിൽ കഴിയുകയായിരുന്ന ഭുവനേശ്വരൻ ഏറെ നാളത്തെ വിശ്രമത്തിന് ശേഷം കോളേജിലെത്തിയ ദിവസമാണ് സംഭവം ഉണ്ടാകുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്ന J രഘു വിശദമാക്കിയിട്ടുണ്ട്. സർവ്വവിജ്ഞാനകോശം ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന രഘു പറഞ്ഞത്, തങ്ങൾ കോളേജിലെത്തുമ്പോൾ പെട്ടെന്ന് സംഘട്ടനമുണ്ടാവുകയും 1-ാം നിലയിലെ ഒരു മുറിയിൽ കയറി ഒളിച്ച് തങ്ങൾക്ക് പിന്നാലെ KSU DSU പ്രവർത്തകർ സംഘമായി എത്തുകയും ആക്രമിക്കുകയുമായിരുന്നുവാണ്. ആക്രമണം ഭയന്ന് താനടക്കം ജനാല വഴി പുറത്തേക്ക് ചാടി തൻ്റെ കാലിന് ഒടിവ് സംഭവിച്ചു. എന്നാൽ ഭുവനേശ്വരന് രക്ഷപ്പെടാനായില്ല. ഭുവനേശ്വരനെ ഇവർ തലയ്ക്കടിക്കുകയും കാലിൽ വാരി നിലത്തടിക്കുകയും അങ്ങനെ ഏറെ ദിവസം ചികിത്സയിൽ കഴിഞ്ഞ ഭുവനേശ്വരൻ മരണത്തിന് കീഴടങ്ങുകയും ആയിരുന്നു എന്നാണ്. പന്തളം NSS കോളേജിൽ SFIയുടെ രക്തസാക്ഷിയായിരുന്നു G ഭുവനേശ്വരൻ. മരിക്കുമ്പോൾ കേവലം 18 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. G ഭുവനേശ്വരൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം രക്തസാക്ഷി ദിനമായി ആചരിച്ചു പോന്നു. ഓരോ രക്തസാക്ഷി ദിനത്തിലും തൻ്റെ സഹോദരനെ സംബന്ധിച്ച് വികാരനിർഭരമായ വാക്കുകളാണ് G സുധാകരനിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. ഏറെ നാളായി CPM രക്തസാക്ഷി പരിവേഷം നൽകിയിരുന്ന G ഭുവനേശ്വരനെയാണ് ഇന്ന് ആ പരിവേഷമെല്ലാം അഴിച്ചുവെച്ച് G സുധാകരൻ അവതരിപ്പിച്ചത്. അന്ന് പന്തളം കോളേജിൽ നടന്ന സംഘർഷത്തിൽ KSU DSU പ്രവർത്തകർ ഭുവനേശ്വരനെ കൊലപ്പെടുത്തി എന്ന് കഴിഞ്ഞ ഡിസംബറിൽ, അതായത് 2025 ഡിസംബറിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട G സുധാകരൻ ഇന്നതെല്ലാം പറഞ്ഞതെല്ലാം വിഴുങ്ങി ആണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഈ വിഷയം സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ എടുത്തിട്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് G ഭുവനേശ്വരൻ്റേത് രാഷ്ട്രീയ കൊലപാതകമായിരുന്നില്ലെന്നും ഏതാനും ഗുണ്ടകൾ ചേർന്ന് അദ്ദേഹത്തെ വകവരുത്തുകയായിരുന്നു എന്നും. സുധാകരൻ്റെ ഈ നിഷേധം ഭുവനേശ്വരൻ്റെ രക്തസാക്ഷി പരിവേഷത്തെയാണ് ബാധിച്ചിരിക്കുന്നത്. CPMൻ്റെ ഏറ്റവും വൈകാരിക ഘടകമായ രക്തസാക്ഷിത്വം എന്ന വാക്കിനെയാണ് സുധാകരൻ ഇന്ന് നോവിച്ചിരിക്കുന്നത്. സുധാകരന് വേറെ ലക്ഷ്യങ്ങളുണ്ടെന്നുള്ള കാര്യം വ്യക്തമായി. അദ്ദേഹം UDFന് വേണ്ടി അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന വിവരമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. സ്വന്തം സഹോദരനും പാർട്ടിയുടെ എക്കാലത്തെയും ഓർമ്മിക്കപ്പെടുന്ന രക്തസാക്ഷിയുമായ G ഭുവനേശ്വരൻ്റെ രക്തസാക്ഷി പരിവേഷം ഇല്ലാതാക്കിക്കൊണ്ടാണ് സുധാകരൻ ഇന്നിപ്പോൾ കോൺഗ്രസിനൊപ്പം ചേരാൻ തുനിയുന്നതെന്നാണ് പരക്കെ ഉയർന്നിരിക്കുന്ന ആക്ഷേപം. അമ്പലപ്പുഴയിൽ സീറ്റ് ലഭിക്കാതെ വന്നപ്പോൾ 2021 സുധാകരൻ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന H സലാമിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നുള്ള ആരോപണമാണ് ഉയർന്നത്. അവിടെ നിന്നാണ് എല്ലാ സംഭവങ്ങളുടെയും തുടക്കമുണ്ടായത്. ഇതേപ്പറ്റി അന്വേഷിക്കാൻ എളമരം കരീമിനെ കമ്മീഷനായി നിയോഗിച്ചു. 22 കുറ്റാരോപണങ്ങൾ നിരത്തിയാണ് സുധാകരനെതിരെ പാർട്ടി നടപടിക്കൊരുങ്ങിയത്. അങ്ങനെ അദ്ദേഹത്തെ പ്രായപരിധിയുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ പാർട്ടിയുടെ എല്ലാ പദവികളിൽ നിന്നും ഒഴിവാക്കി ആലപ്പുഴ ജില്ലാ ബ്രാഞ്ച് ഓഫീസിൽ അംഗമായി മാറ്റുകയായിരുന്നു. എന്നാൽ പിന്നീട് പാർട്ടിയുടെ ഒരു പരിപാടിയും തന്നെ അറിയിക്കുന്നില്ലെന്നും തനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നടക്കുന്നുവെന്നും ആരോപിച്ചാണ് സുധാകരൻ ഇപ്പോൾ പാർട്ടി വിട്ടത്. ഇത്തവണ അദ്ദേഹം ലെവി അടച്ചില്ല, പാർട്ടി അംഗത്വം പുതുക്കിയില്ല. പിണറായി വിജയൻ അടക്കം നിരവധി പേർ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അനുനയത്തിനൊന്നും വഴങ്ങാതിരുന്ന അദ്ദേഹം ഇന്നിപ്പോൾ താൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന വിവരം പുറത്തുവിട്ടു. അത് പറയാൻ വേണ്ടി വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം തൻ്റെ സഹോദരൻ്റെ രക്തസാക്ഷിത്വത്തെ തള്ളിപ്പറയുന്നത്. വരും ദിവസങ്ങളിൽ സുധാകരനെ കുലംകുത്തി എന്ന ലേബലിലായിരിക്കും CPM നേരിടാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ പോസ്റ്റർ പ്രചാരണം അമ്പലപ്പുഴയിൽ ആരംഭിച്ചു കഴിഞ്ഞു. എന്ത് വില കൊടുത്തും ജയിക്കാനാണ് സുധാകരൻ്റെ ഇനിയുള്ള ശ്രമം.
കോൺഗ്രസ് അദ്ദേഹത്തിന് എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്തു. വരും ദിവസങ്ങളിൽ അമ്പലപ്പുഴയിൽ എന്തൊക്കെയാണ് അരങ്ങേറാൻ പോവുക, CPM എന്തൊക്കെ മാർഗങ്ങളിലൂടെയാണ് സുധാകരനെ പ്രതിരോധിക്കാൻ പോവുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.